ഇന്ത്യയുടെ ചരിത്രത്തിൽ ഒരു വലിയ എഞ്ചിനീയറിംഗ് അത്ഭുതം ഉടൻ യാഥാർത്ഥ്യമാകാൻ പോകുന്നു. ബ്രഹ്മപുത്ര നദിയുടെ അടിയിലൂടെ ഗുവാഹട്ടി മേഖലയിലായി ഗുവാഹട്ടി, നോർത്ത് ഗുവാഹട്ടി എന്നീ സ്ഥലങ്ങളെ ബന്ധിപ്പിച്ചുകൊണ്ട് ഇന്ത്യയുടെ ആദ്യ അണ്ടർ വാട്ടർ റോഡ് കം റെയിൽ ട്വിൻ ട്യൂബ് ടണൽ നിർമ്മിക്കുന്നു. വിപുലമായ ബ്രഹ്മപുത്ര നദിയുടെ അടിയിലൂടെ പോകുന്ന ഈ ടണലിൻ്റെ അണ്ടർ വാട്ടർ ഭാഗം 15.7 കിലോമീറ്റർ നീളമുള്ളതാണ്. ആകെ കോറിഡോർ ഏകദേശം 33.7 കിലോമീറ്റർ. രണ്ട് വേർതിരിച്ച ട്യൂബുകൾ, ഒരു ട്യൂബ് 4 ലൈൻ റോഡിനും മറ്റൊന്ന് റെയിൽ ഗതാഗതത്തിനുമായി. ഇപ്പോൾ ആളുകൾക്ക് 240 കിലോമീറ്റർ സഞ്ചരിച്ച് ഏകദേശം 6.5 മണിക്കൂർ വേണ്ട യാത്ര ഈ ടണൽ വന്നാൽ വെറും 34 കിലോമീറ്ററും ഏകദേശം 30 മിനിറ്റുമായി ചുരുങ്ങും. ഈ ടണൽ പ്രധാനമായും സാധാരണ ജനങ്ങളുടെ യാത്രയ്ക്കും ചരക്ക് ഗതാഗതത്തിനുമായി നിർമ്മിക്കപ്പെടുന്നതാണ്. എന്നാൽ യുദ്ധമോ അടിയന്തര സാഹചര്യങ്ങളിലോ സൈന്യത്തിൻ്റെ വേഗത്തിലുള്ള നീക്കത്തിനും ലോജിസ്റ്റിക് സപ്പോർട്ടിനും ഇത് നിർണായകമായി സഹായിക്കും. അതിനാൽ ഇത് പൊതുഗതാഗതത്തിനും രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്കും ഒരുപോലെ പ്രധാനമുള്ള പദ്ധതിയാണ്. അത്യാധുനിക TBM മെഷീനുകൾ ഉപയോഗിച്ച് നിർമ്മാണം, ഉയർന്ന സുരക്ഷാ സംവിധാനങ്ങൾ, അടിയന്തര രക്ഷാപാതകൾ, വെന്റിലേഷൻ, റിയൽ ടൈം മോണിറ്ററിംഗ് എല്ലാം ഉൾപ്പെടുത്തി ലോകോത്തര നിലവാരത്തിലുള്ള ഈ ടണൽ രൂപകൽപ്പന ചെയ്യുന്നു. ഏകദേശം 18,600 കോടി രൂപ ചിലവിൽ 5 വർഷത്തിനുള്ളിൽ പൂർത്തിയാക്കാൻ ലക്ഷ്യമിടുന്ന ഈ പദ്ധതി ഇന്ത്യയുടെ എഞ്ചിനീയറിംഗ് കഴിവിൻ്റെയും സാങ്കേതിക പുരോഗതിയുടെയും ശക്തമായ തെളിവാണ്. ബ്രഹ്മപുത്ര നദിയുടെ അടിയിലൂടെ ഈ ടണൽ ഇന്ത്യയുടെ ഭാവി ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ പുതിയ അധ്യായം തുറക്കുന്നു.